ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഒക്ടോബർ മാസം അർജുനും എനിക്കും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ മന്ത് എന്ന് തന്നെ പറയാം. അപ്പോൾ പുതിയൊരു മൈൽ സ്റ്റോണിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വേറൊന്നുമല്ല, ഞങ്ങൾ ഒരു സ്കൂട്ടർ വാങ്ങിക്കുകയാണ്. അപ്പോൾ നിയർ ബൈ ഷോറൂമിൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സുസുക്കി ആക്സസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മാറ്റ് ബ്ലൂ കളർ. 5 days ആയിരുന്നു അവരുടെ ഡെലിവറി ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെന്ന് മോർണിംഗ് തന്നെ കീ വാങ്ങിച്ചു. ഏറ്റവും ഹാപ്പിയസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജാനിയാണ് കീ വാങ്ങിച്ചത്. ആൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അവൾക്ക് ആ കീയുടെ മോഡൽ കണ്ടപ്പോൾ എന്തോ ഭയങ്കര അടിപൊളി സാധനമായിട്ട് തോന്നി. നല്ല ഹാപ്പി ആയിട്ട് എന്നെ വാങ്ങിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആദർശ് ആളാണ് നമ്മൾക്കെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സെയിൽസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾ നമുക്ക് കീ തന്നതിന് ശേഷം ഫീച്ചേഴ്സൊക്കെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. നമ്മൾ ആദ്യം ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ അവർ ഇതെല്ലാം പറഞ്ഞു തന്നതാണ്. പിന്നെ നമ്മൾ ഇന്ന് ഡെലിവറിയുടെ ടൈമിൽ അവരെല്ലാം മോഡലും എല്ലാം നമ്മൾക്കൊന്ന് കാണിച്ച് നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്കും അർജുനും ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പോൾ 3rd ആനിവേഴ്സറി വരിക. ആ ഒരു 3rd ആനിവേഴ്സറിയുടെ ടൈമിൽ നമ്മൾ ഒരു സ്കൂട്ടർ വാങ്ങിക്കുക എന്നുള്ളതൊക്കെ ഒരു ബിഗ് വിന്നായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കണേ. ഷോറൂമിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അർജുനോട് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഗിഫ്റ്റായിട്ട് അർജുൻ ഇത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് കീ തന്നിട്ട് സ്റ്റാർട്ട് ചെയ്തെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നന്നായി പ്രാർത്ഥിച്ച് വണ്ടി മുന്നോട്ടെടുത്തു. എന്നിട്ട് ഞാൻ അവരോട് ആദ്യം ചോദിച്ചത് ആദ്യത്തെ പെട്രോൾ, ഫുൾ ടാങ്ക് പെട്രോൾ ആരുടെ വകയാണെന്നാണ്. അപ്പോൾ അർജു പറഞ്ഞത് വണ്ടി ഞാൻ വാങ്ങിച്ചു തന്നു, പെട്രോൾ നിൻ്റെ വക. അങ്ങനെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയി നേരെ ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് ജാനിനെ ഞങ്ങളപ്പോൾ അച്ചാച്ചൻ്റെ അച്ഛമ്മയുടെയും കൂടെ കാറിൽ വിട്ടു. ഞാനും അർജു പുതിയ വണ്ടിയൊക്കെ അല്ലേ, ഒരു ഫസ്റ്റ് റൈഡാവാം എന്ന് കരുതിയിട്ട് ഞങ്ങളാണ് വണ്ടി വീട്ടിലേക്ക് മാറി മാറി ഓടിച്ചിട്ട് വന്നത്. ഇതുപോലെ ഞങ്ങളുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം. അതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.